Good afternoon. Okay. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതായത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതൊരു ഫോം ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ബിസിനസ്സിൻ്റെ കുറേ ഫോംസ് ഓഫ് ബിസിനസ്സുകളെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ. അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാം? ഒരു ചാർട്ട് കാണിച്ചു തരാം. ആ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നെടുക്കാൻ പോണ ഫോം ഓഫ് ബിസിനസ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും ചാർട്ട് കാണാനില്ലേ? കണ്ടു ഇല്ലേ? അപ്പം ആ ചാർട്ടിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിളാണ് കാണുന്നത്? എന്താണ്? സിംഗിൾ പേഴ്സൺ. ഓക്കെ, സിംഗിൾ പേഴ്സൺ ആണ്. പിന്നെന്താണ്? ഒരു ബിസിനസ്, ഫോം ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? സോൾ ഓണർ. സോൾ ഓണർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓണറേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, പിന്നെന്താണ്? ഗ്രോസറി ഷോപ്പ്. ഓക്കെ, ഗ്രോസറി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ബിസിനസ് ഫോം ഓഫ് ബിസിനസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ ആൾക്കാരുടെ അച്ഛന്മാർ അല്ലെങ്കിൽ പാരൻസ് എന്താണ് കട നടത്തുന്നുണ്ട് ഇല്ലേ? അവരൊക്കെ എന്താണ് അവരുടെ സ്വന്തം കടയാണോ അത്? അതെ, അവരുടെ സ്വന്തം കടയാണ് നടത്തുന്നത്. ഓക്കെ, അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കണേ? റീറ്റെയിൽ ഷോപ്പാണോ? ഓക്കെ, റീറ്റെയിൽ ഷോപ്പാണ്. ഓക്കെ, അവിടെ ഈ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആരാണ്? അച്ഛൻ തന്നെയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവരുടെ സ്വന്തം പാരൻസ് അവരുടെ സ്വന്തം കടയിൽ അവർ തന്നെ ബിസിനസ് നടത്തുന്നതിനായിരിക്കും. അത്തരത്തിലുള്ളൊരു ഫോം ഓഫ് ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അടുത്തുള്ള ചായക്കട ആവട്ടെ, ഒരു ബ്യൂട്ടി ഷോപ്പ് ആയിക്കോട്ടെ, റീറ്റെയിൽ ഷോപ്പ് ആയിക്കോട്ടെ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആയിരിക്കും. അവിടെ എന്തായിരിക്കണം? അവിടെ ഓണർ എന്ന് പറയുന്നത് സോൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരൊറ്റ ആളെ ഉണ്ടാവാൻ പാടുള്ളൂ, ഓണറായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ആളായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കണത്. ആൾ തന്നെയായിരിക്കും അവിടുത്തെ ബിസിനസ്മാൻ, ആൾ തന്നെയാണ് അവിടുത്തെ മാനേജർ. ഒരു ബിസിനസ് രീതിയിൽ ആളായിരിക്കും അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനായിട്ട് ടീച്ചർ ഒരു PPT കാണിച്ചു തരാം. ഓക്കെ, അപ്പം എല്ലാവരും ആ PPTയിലേക്ക് പോകൂ. നമുക്ക് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് നോക്കി നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇതിനെന്താണ് ഒരു ഒറ്റ വ്യക്തി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓണർ എന്ത് ചെയ്യണം? ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഓണായിരിക്കും ആ ബിസിനസ്സിൻ്റെ എല്ലാ പ്രോഫിറ്റുകളും റിസീവ് ചെയ്യണതും. അതേപോലെ ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിസ്കുകളെയും ബിയർ ചെയ്യുന്നതും ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണ്? sole proprietorship is owned and managed and controlled by the individual who is recipient of all profit and bearer of all risk. Okay, ഇനി നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കി നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ബിസിനസ് റൺ ബൈ ദി ഇൻഡിവിജ്വൽ വിത്ത് ഹിസ് ഓൺ ക്യാപിറ്റൽ ഓർ എമൗണ്ട് ഓഫ് ബോറോഡ് ഫ്രം അതേഴ്സ് അണ്ടർ ഹിസ് ഓൺ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ബിസിനസ് റൺ ബൈ ദി ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും എന്തുണ്ടാവുക? ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എന്തുപയോഗിച്ചിട്ട്? ആളുടെ സ്വന്തം ക്യാപിറ്റൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും വേറൊരാളുടെ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ബിസിനസ് ഒരു പേഴ്സൺ റൺ ചെയ്യിക്കുകയാണ് ആളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ. ഓക്കെ,
ഒരാളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ആളുടെ സ്വന്തം ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയില്ലേ, കുറേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനെ അറിയാം. നമ്മുടെ അടുത്തുള്ള ഒരു ടീ ഷോപ്പ് ആയിക്കോട്ടെ, ഒരു ഗ്രോസറി ഷോപ്പ് ആയിക്കോട്ടെ, ഒരു ബ്യൂട്ടി സലൂൺ ആയിക്കോട്ടെ, പിന്നെന്താണ് നിങ്ങൾക്കറിയാവുന്ന ഗ്രോസറി ഷോപ്പുകൾ, സ്റ്റേഷനറി ഷോപ്പുകൾ, ബേക്കറീസുകൾ, ഹെയർ ഡ്രസ്സിങ് സലൂൺസുകൾ, ടൈലർ ഷോപ്പുകൾ, ഇതൊക്കെ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് എക്സാമ്പിളായിരിക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളിപ്പോൾ ഒരു തുണിക്കടയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ചില കടകളിൽ എന്തായിരിക്കും, ഒരൊറ്റ ആളായിരിക്കും അവിടെ എല്ലാം ചെയ്യുന്നുണ്ടാവുക അല്ലേ. പിന്നെ ഒരു ടൈലർ ഷോപ്പിലാണെങ്കിൽ ഒരാളുടെ ടൈലർ ഷോപ്പാണ് എന്ന് പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ ഒരു പേഴ്സണാണ് ആ ഒരു ബിസിനസ്സിനെ ഓൺ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിനെ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നടക്കുമ്പോൾ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന ആളായിരിക്കും ആ ബിസിനസ് ഓൺ ചെയ്യുന്ന ആളേനെ സോൾ പ്രൊപ്രൈറ്റർ എന്നാണ്. സോൾ പ്രൊപ്രൈറ്റർ ഈസ് വൺ ഹൂ ഈസ് ഓൺലി ദ ഓണർ ഓഫ് ദ ബിസിനസ്. ആ ബിസിനസ് ഓൺ ചെയ്യുന്ന ആളേനെ എന്താണ് പറയുക, സോൾ പ്രൊപ്രൈറ്റർ. ഓക്കെ, sole trader is the type of business unit where the person is solely responsible for providing the capital, for bearing the risk of the enterprise and for the management of the business. ആ സോൾ ട്രേഡർ ആയിരിക്കും ആ ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റികളൊക്കെ ബിയർ ചെയ്യാനുള്ള പേഴ്സൺ, അല്ലെങ്കിൽ അതിൻ്റെ റിസ്കുകളൊക്കെ ആ ഒരു സോൾ ട്രേഡർക്കായിരിക്കും വന്നു ചേരുക. അതേപോലെ ആ ഒരു ബിസിനസ് മാനേജ് ചെയ്യണതും സോൾ ട്രേഡർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഞാൻ അടുത്തതായിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവന്നേ. ആ വീഡിയോ നിങ്ങൾ എന്താ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വെച്ചാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കുറച്ച് ഫീച്ചേഴ്സുകൾ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. റെഡിയല്ലേ? അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. ഒരു കടി എടുക്കട്ടെ. എല്ലാവരും വീഡിയോ കണ്ടോ? കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു 2 ഫീച്ചർ പറഞ്ഞേ. എന്താണ്? ആൾ തന്നെയാണ് അവിടുത്തെ എംപ്ലോയറും എംപ്ലോയിയും. വെരി ഗുഡ്. അതായത് ഒരൊറ്റ ഓണറേ ഉള്ളൂ എന്ന് പറഞ്ഞു, ഒരൊറ്റ ആളാണ് അവിടുത്തെ ബിസിനസ് നടത്തണേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ തന്നെയായിരിക്കും അവിടുത്തെ എംപ്ലോയർ ആയതും എംപ്ലോയി ആണെങ്കിലും ആൾ തന്നെ അവിടെ എന്താണ് ആ ചായ ഉണ്ടാക്കണം. കണ്ടില്ലേ, അവർ തന്നെ ചായ ഉണ്ടാക്കുക, എന്നിട്ട് ആൾക്ക് തന്നെ സെർവ് ചെയ്ത് കൊടുക്കുക. ഒരാൾ ചായ ഉണ്ടാക്കണു, മറ്റാൾ സെർവ് ചെയ്യല്ലോ അവിടെ ചെയ്തത് അല്ല. അപ്പോൾ എന്താണ്, ഒരൊറ്റ ആൾ അവിടെ ചായ ഉണ്ടാക്കുന്നു, ആൾ തന്നെ അവിടെ സെർവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അവിടെ തന്നെ അയാൾ തന്നെയാണ് ക്യാഷ് കളക്ട് ചെയ്യണത് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ചായ കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയായിരിക്കും അവിടെ ക്യാഷൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ആളെ ലൈബിലിറ്റി എന്തായിരിക്കും? ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ആ ബിസിനസ് ലോസ് ആയാലും പ്രോഫിറ്റ് ആണെങ്കിലും ആ ഒരു ഓണർ തന്നെയായിരിക്കും എന്ത് ചെയ്യേണ്ടാവുക, അത് ബിയർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് എന്നുള്ളത് ആ ഒരു ഓണർ ആയിരിക്കും ബിയർ ചെയ്യേണ്ടത്. ആളുടെ മുകളിൽ തന്നെയായിരിക്കും ആൾക്കായിരിക്കും അതിൻ്റെ എല്ലാ റിസ്ക്കും ഉണ്ടാവുക. ആ ബിസിനസ് ഈ ഒരു ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഓണർ റിട്ടയർ ആവുകയോ അല്ലെങ്കിൽ ഡൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് അവിടെ കണ്ടിന്യൂ ചെയ്യുമോ? ആ ബിസിനസ് അവിടെ കണ്ടിന്യൂ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ദർ ഈസ് നോ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ടീച്ചർ PPT കാണിച്ചു തരാം. എല്ലാവരും PPTയിലേക്ക് വരും.
ഇനി നമുക്ക് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. 1 by 1 പറയാം. അത് ഫസ്റ്റ് വൺ ഏതാണ്? ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു ഒറ്റ പേഴ്സൺ, ഒരു സോൾ ഓണർ ആയിരിക്കും ആ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക. സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലീഗൽ ഫോർമാലിറ്റീസുകളൊന്നും ആവശ്യമില്ല. ഒരു കമ്പനിയാണ് അവിടെ റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫോം ചെയ്യണമെങ്കിൽ കുറേ ലീഗൽ ഫോർമാലിറ്റീസുകൾ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനും ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് ഒരു ലീഗൽ ഫോർമാലിറ്റീസുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ചില കേസുകൾ ലൈസൻസുകളൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ പൊതുവായിട്ട് പറയുവാണെങ്കിൽ അവിടെ ഒരു ലീഗൽ ഫോർമാലിറ്റീസുകൾ ആവശ്യമായിട്ട് വരില്ല. ഒരു ഗവൺമെൻറ് ലോസുകളോ ഒന്നും അവിടെ ഒരു ബിസിനസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. പിന്നെ അതേപോലെ ഫോർമേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ക്ലോസർ എന്ന് പറയുന്നതും എളുപ്പമാണ്. ബിസിനസ്സിന് ഈസിലി ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അടുത്ത എന്താണ്? ലയബിലിറ്റി. ഈ സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അറ്റ് എ ടൈം റിസ്കിനെയും ബിയർ ചെയ്യേണ്ടതാണ് ആരാണ്? സോൾ പ്രൊപ്രൈറ്ററാണ്. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി എന്താണ്? സോൾ റിസ്ക് ബിയർ ആൻഡ് പ്രോഫിറ്റ്. ഈ സോൾ എന്ന് പറയണമെങ്കിൽ ഒറ്റയ്ക്ക് സിംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആൾ ഒറ്റയ്ക്കായിരിക്കണം ആ ഒരു റിസ്കിനെ ബിയർ ചെയ്യേണ്ടതും. അറ്റ് എ ടൈം പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ആൾ ഒറ്റയ്ക്ക് ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും ആൾക്ക് പറ്റും. അപ്പോൾ സോൾ റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്. നെക്സ്റ്റ് വൺ ഏതാണ്? കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള മുഴുവൻ കൺട്രോൾ എന്ന് പറയുന്നത് ആർക്കായിരിക്കും? സോൾ പ്രൊപ്രൈറ്റർക്കായിരിക്കും. എല്ലാ ഡിസിഷനും ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന എല്ലാ ഡിസിഷനും എടുക്കേണ്ടത് ഈ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. അപ്പോൾ ഫുൾ കൺട്രോൾ ആർക്കായിരിക്കും? സോൾ പ്രൊപ്രൈറ്റർക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓണറും അത് ബിസിനസ്സും തമ്മിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കമ്പനി ആണെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സും അതിൻ്റെ ഓണറും തമ്മിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. There is no distinction between sole trader and his business, that the business has identity separate from the owner. ബിസിനസ്സിന് നോ ഐഡൻറ്റിറ്റി ആണ്, സെപ്പറേറ്റ് ഫ്രം ദ ഓണർ. ഓണറിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മീനിങ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർ അതിനായിട്ട് ക്ലാസ്സിൽ എന്താണ് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോവാണ്. ഓക്കെ, ഇത് എ ഗ്രൂപ്പുകാർ, ഇത് ബി ഗ്രൂപ്പുകാർ. എ ഗ്രൂപ്പുകാർ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ബി ഗ്രൂപ്പുകാർ എന്ത് ചെയ്യണം? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡിമെറിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, റെഡി ആയോ? 2 ഗ്രൂപ്പുകാരും റെഡി ആയോ? റെഡി ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സ്? ആ ഒരു ഫോം ഓഫ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സുകൾ പറഞ്ഞേ. ഒരു മെറിറ്റ്സ് പറഞ്ഞേ. എന്താണ്? അവിടെ ഒരൊറ്റ ഓണറേ ഉള്ളൂ, അതുകൊണ്ട് ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമാണ്. വെരി ഗുഡ്. ഇവിടെ എന്താണ്? ക്വിക്ക് ഡിസിഷൻ. ഇനി ബി ഗ്രൂപ്പുകാർ പറഞ്ഞേ, ഒരു ഡിമെറിറ്റ്സ് പറഞ്ഞേ. എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി. വെരി ഗുഡ്. അൺലിമിറ്റഡ് ലയബിലിറ്റി.
ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. വെരി ഗുഡ്. പിന്നെ എന്താണ് പറഞ്ഞ മെറിറ്റ്സ് പറഞ്ഞേ? ഈസി ഫോർമേഷൻ. വെരി ഗുഡ്. നമുക്ക് അത് ഫോം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. ഈസി ഫോർമേഷൻ. ഓക്കെ. പിന്നെ എന്താണ് ഒരു ഡിമെറിറ്റ്സ് പറഞ്ഞേ? ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, ആ ബിസിനസിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ. പിന്നെന്താണ് ഒരു മെറിറ്റ്സ് പറഞ്ഞേ? മെറിറ്റ്സ് എന്താണ്? ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആൾക്ക് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സോൾ ഓണർ ആയതുകൊണ്ട് ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഹ്യൂജ് പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ ഹ്യൂജ് പ്രോഫിറ്റ് ആണ് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ഒരു ഡിമെറിറ്റ്സ് പറഞ്ഞേ? എന്താണ്? ലിമിറ്റഡ് ലൈഫ്. ആ ബിസിനസ്സിന് ആ ഒരു പേഴ്സന്റെ റിട്ടയർമെന്റിന് ശേഷം ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അപ്പൊ എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകാരും പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെയാണ് ടീച്ചർ ഇതിന്റെ അപ്പുറം കുറച്ചുകൂടി പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന ബിസിനസിന്റെ മെറിറ്റ്സ് ഏതൊക്കെയാണ്, ഡിമെറിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, മെറിറ്റ്സ് ഏതൊക്കെയാണ്, ഡിമെറിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് വിശദമായിട്ട് നോക്കാം. അതിനായിട്ട് ടീച്ചർ ഒരു PPT കാണിച്ചു തരാം. എല്ലാവരും PPTയിലേക്ക് പോകൂ. ഇനി നമുക്ക് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫീച്ചേഴ്സിൻ്റെ പോലെ തന്നെ ഇത് ഭയങ്കര എളുപ്പമുള്ള പോയിൻറ്റ്സുകളാണ്. 1 by 1 നോക്കി നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയേ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും ആ ബിസിനസ് റൺ ചെയ്യുന്നതായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. ആൾക്ക് ഒരൊറ്റ ആളായതുകൊണ്ട് അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഈസിലി ആയിരിക്കും. അപ്പോൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. സുപ്രീം അതോറിറ്റി ആയിരിക്കും ആ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുക. സോ ദർ ഈസ് എ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു ദ സോൾ പ്രൊപ്രൈറ്റർ for the organization success. Okay, confidentiality of information. What do you mean by confidentiality of business information? എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? സീക്രസി ഓഫ് ഇൻഫോർമേഷൻ എന്നാണ് മീൻ ചെയ്യണത്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷന് സീക്രട്ട് ആയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരൊറ്റ ഓണറാണ് ഈ ഒരു ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻസ് സീക്രട്ടായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. സോ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്. ഓക്കെ, അടുത്ത എന്താണ്? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഫോർമാലിറ്റീസുകളോ ഗവൺമെൻറ് ലോസുകളോ ഒന്നും ആവശ്യമില്ല. ഈസി നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തായിരിക്കും? ക്ലോസ് ചെയ്യാനും, ക്ലോസർ എന്ന് പറയുന്നതും ഭയങ്കര ഈസി ആയിരിക്കും. ചില ബിസിനസ്സുകൾക്ക് ലൈസൻസുകൾ ആവശ്യമാണെങ്കിലും പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അടുത്തത് എന്താണ്? ഡയറക്റ്റ് ഇൻസെൻറ്റീവ്സ്. അതായത് ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും എന്നാണ് ഈ ഒരു പോയിന്റ് വഴി ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് മാക്സിമം ഇൻസെൻറ്റീവ് ടു ഹിം ടു ഹിസ് വർക്ക് ഹാർഡ്. അതായത് നമ്മളൊരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കി നോക്കുക. ഒരു ടൈലർ ഷോപ്പ് ഒരു ചേച്ചി നടത്തുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ചേച്ചിക്കായിരിക്കും ആ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു ടൈലർ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ആൾക്ക് ഡയറക്റ്റായിട്ട് ആൾക്ക് തന്നെ കിട്ടും, വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് ഇൻസെൻറ്റീവ് ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഉണ്ടാവുക.
ഓക്കെ, അടുത്ത എന്താണ്? സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കിയൊക്കെ, ഒരു ആൾക്ക് ആളുടെ ബിസിനസ്സിൽ നല്ല സക്സസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, ഞാൻ ചെയ്തു എന്ന രീതിയിൽ ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആളുടെ മനസ്സിലുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്സ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ. ഓക്കെ, ഇതൊക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം: ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, confidentiality of information, easy of formation and closure, direct incentives, sense of accomplishment. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഡീമെറിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? ഫിനാൻഷ്യൽ റിസോഴ്സസ് എസെൻഷ്യലാണ്. അപ്പോൾ സോൾ ഓണർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ ആ ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ സേവിങ് നിന്നും അല്ലെങ്കിൽ ആൾ ബോറോയിങ് നിന്നായിരിക്കും മെയിൻലി ഉണ്ടാകുക. പക്ഷേ ഓക്കെ, അപ്പോൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഡീമെറിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. അതായത് ഫസ്റ്റ് വൺ ഏതാണ്? ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഫണ്ട് വേണം, വേണ്ടേ? അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുക? എന്താണ്? സോൾ പ്രൊപ്രൈറ്റർ നിന്നായിരിക്കും. ആളുടെ സ്വന്തം സേവിങ് നിന്നോ അല്ലെങ്കിൽ ആൾ ബോറോ ചെയ്തിട്ടായിരിക്കും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കുക. ഈ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ലോണുകൾ എന്ന് പറയുന്നതും മറ്റ് ഫണ്ടുകൾ, മറ്റു വഴി കിട്ടുന്ന ഫണ്ട്സുകളൊക്കെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ലാക്ക് ഓഫ് റിസോഴ്സസ് ഈസ് മേജർ റീസൺ വൈ ദ സോൾ പ്രൊപ്രൈറ്റർ റിമൈൻ സ്മോൾ. ഈ ഒരു റിസോഴ്സസുകൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകളും സ്മോൾ ആയിരിക്കാൻ കാരണം. ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ സോൾ പ്രൊപ്രൈറ്റർക്ക് കൊണ്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭിക്കാൻ ഫെസിലിറ്റീസുകൾ കുറവായതുകൊണ്ട് തന്നെ ആ ബിസിനസ് എല്ലായ്പ്പോഴും സ്മോൾ ആവാനാണ് ചാൻസ്. ഓക്കെ, അടുത്ത എന്താണ്? ലിമിറ്റഡ് ലൈഫ് ഓഫ് ദ ബിസിനസ്. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓൺ ചെയ്യണത് സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും, അല്ലേ? അപ്പോൾ ആളുടെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ ഇൽനെസ്സോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആളെന്തായിരിക്കും? ആ ബിസിനസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയണത്. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീമെറിറ്റ്സ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ. ഓക്കെ, അടുത്ത എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി. ഈ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും ബിസിനസ് ഓൺ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് റിസ്ക് വന്നാലും ആർക്കായിരിക്കും? ഈ സോൾ പ്രൊപ്രൈറ്റർക്കായിരിക്കില്ലേ വരിക? ഡെഫിനറ്റ്ലി വരും. ആൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ മുഴുവൻ റിസ്ക് ഉണ്ടായിട്ട് വരിക. അപ്പോൾ ആളുടെ ലയബിലിറ്റി, സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ഡിമെറിറ്റ്സ് എന്താണ്? ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ബിസിനസ് റൺ ചെയ്യുക ചിലർക്കൊന്നും ശരിക്കും നടത്താനൊന്നും പറ്റാതെ ആൾക്ക് ഒരു മാനേജീരിയൽ എബിലിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും. ആ എബിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കും? ആ ബിസിനസ് ശരിയായ രീതിയിൽ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീമെറിറ്റ്സ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ. അടുത്തെന്താണ്? ആബ്സെൻസ് ഓഫ്, ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ആബ്സെൻസ് ഓഫ് ഇക്കണോമീസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്താണ്? സ്മോൾ ആയിരിക്കും, അല്ലേ? പൊതുവേ എല്ലാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകളും സ്മോൾ ആയിരിക്കും. ഇതിന് ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസുകളോ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബേഴ്സിൻ്റെ അഡ്വാൻറ്റേജസുകളൊന്നും സാധാരണ കിട്ടാറില്ല. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സുകളും ഡിമെറിറ്റ്സുകളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സുകൾ ഡിമെറിറ്റ്സ് എന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ,
അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു കുഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ 2 ഗ്രൂപ്പായിട്ട് ടീച്ചർ തിരിക്കുവാണ്. ഈ സൈഡുകാർ എ ഗ്രൂപ്പുകാരും ഈ സൈഡുകാർ ബി ഗ്രൂപ്പുകാരും. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആൻസർ പറയണം. ആൻസർ പറയുന്നതനുസരിച്ചിട്ട് ടീച്ചർ അതിൽ നിങ്ങൾക്ക് പോയിന്റ്സുകൾ തരും. അപ്പോൾ ഏത് ഗ്രൂപ്പുകാരാണ് ഫസ്റ്റ് പോയിന്റ്സ് അടിക്കണേന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ PPT കാണിച്ചു തരാം. നിങ്ങൾ ഓരോ ഗ്രൂപ്പുകാർ ആൻസർ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് നോക്കി നോക്കാം. ഫസ്റ്റത്തെ നോക്കി നോക്കാം. ഫൈൻഡ് ഓഡ് വൺ, സിംഗിൾ, പ്രോഫിറ്റ് റെസിപ്പിയൻ, ഈസി ടു ഫോം, കർത്ത. ഇതിന് ഡെഫിനറ്റ്ലി ആൻസർ കർത്തയാണ്. കാരണം സിംഗിൾ, പ്രോഫിറ്റ് റെസിപ്പിയൻ, ഈസി ടു ഫോം എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സാണ്. കർത്ത എന്ന് പറയുന്നത് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ഫീച്ചേഴ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ലയബിലിറ്റി ഓഫ് ദി സോൾ ട്രേഡർ. ലയബിലിറ്റി ഓഫ് സോൾ ട്രേഡർ എന്താണ്? അൺലിമിറ്റഡ് ആയിരിക്കും, നോട്ട് ലിമിറ്റഡ്, അൺലിമിറ്റഡ് ആയിരിക്കും ലയബിലിറ്റി ഓഫ് ദി സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ആൾക്കായിരിക്കും ആ ബിസിനസ്സിൻ്റെ മൊത്തമായിട്ടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു റിസ്ക് സംഭവിക്കുവാണെങ്കിലും ആ ഒരു ഓണർ ആയിരിക്കും അത് ബിയർ ചെയ്യേണ്ടിണ്ടാവുക. ഓക്കെ, അടുത്തത് പ്രൊപ്രൈറ്റർ മീൻസ്. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ ഓണർ. അതായത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഓണറെ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗ്രോസറി ഷോപ്പ്, സ്റ്റേഷനറി ഷോപ്പ്, ഹെയർ ഡ്രസ്സിംഗ് സലൂൺസ്, ടൈലർ ഷോപ്പ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഡ്രൈ ക്ലീനേഴ്സ്, എക്സെട്ര. വെരി ഗുഡ്. ഇതൊക്കെ തന്നെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്ന പോയിൻറ്റ്സുകൾ. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ആൻസേഴ്സ് നോക്കി നോക്കാം. സോൾ മീൻസ് സിംഗിൾ. ഒറ്റ പേഴ്സണെ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത്. സോളിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സിംഗിൾ എന്നായിരിക്കും. ഡാഷ് ലീഗൽ ഫോർമാലിറ്റി വിത്ത് റിഗാർഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ബിസിനസ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലീഗൽ ഫോർമാലിറ്റീസുകളില്ല. ദർ ഈസ് നോ ലീഗൽ ഫോർമാലിറ്റീസ് വിത്ത് റിഗാർഡ്സ് ടു ഇറ്റ്സ് ഫോർമേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് ഒരു ലീഗൽ ഫോർമാലിറ്റീസുകളും ഇല്ല. വെരി ഗുഡ്. അടുത്തത് നോക്കി നോക്കാം. ഡാഷ് ടു മേക്ക് ഡിസിഷൻ. ഡിസിഷൻ എങ്ങനെയായിരിക്കും? ഫ്രീലി മേക്ക് ദ ഡിസിഷൻസുകൾ ഫ്രീലി നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ എടുക്കാം. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഗ്രോസറി ഷോപ്പ്, സ്റ്റേഷനറി ഷോപ്പ്, ഹെയർ ഡ്രസ്സിംഗ് സലൂൺസ്, ടൈലർ ഷോപ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഡ്രൈ ക്ലീനേഴ്സ്, എക്സെട്ര. വെരി ഗുഡ്. അപ്പോൾ ഇതന്നെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. വെരി ഗുഡ്. 2 ഗ്രൂപ്പുകളും കറക്റ്റ് ആൻസറാണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ നല്ല അസലായിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്തുള്ള ഏരിയയിലുള്ള കുറേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പുകൾ ഉണ്ടാവില്ലേ, ആ ബിസിനസ്സുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം. നോട്ടിൽ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.